السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു നബ ആയിരുന്നു നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. സൂറത്തു നബയിലെ ഏകദേശം 13ഓളം ആയത്തുകളാണ് നമ്മൾ അർത്ഥമായി പറഞ്ഞു വച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ വമ്പിച്ച ഒരു വാർത്തയെക്കുറിച്ചാണ് ഈ സൂറത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. സൂറത്തിൻ്റെ ആദ്യം മുതൽ നമ്മൾ പാരായണം ചെയ്തപ്പോൾ നമ്മളത് മനസ്സിലാക്കിയതാണ്. ഒന്നാമത്തെ ആയത്ത് മുതൽ നമ്മളൊന്ന് ചെറുതായി പറഞ്ഞു പോവുകയാണെങ്കിൽ അമ്മ യതസാഅലൂൻ. എന്താ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അമ്മ എന്തിനെക്കുറിച്ചാണ്? യതസാഅലൂൻ, അവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്തിനെക്കുറിച്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ചോദ്യമുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ചോദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു തീരെ വിലയില്ലാത്ത, ആളുകളൊന്നും വില കൊടുക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ആരും ചെയ്യൂല, പരസ്പരം ചർച്ച ചെയ്യുകയില്ല. അപ്പോൾ വമ്പിച്ച ഒരു കാര്യം, എന്തോ ഒരു വലിയ കാര്യത്തെക്കുറിച്ചാണ് അവർ പരസ്പരം എന്ത് ചെയ്യുന്നത്? ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അനിന്നബഇൽ അദീം. എന്നിട്ട് വീണ്ടും പറയാം, അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അന്നബഉൽ അദീം, വമ്പിച്ച വാർത്തയെക്കുറിച്ചാണ്, ഒരു വലിയ സംഭവത്തെക്കുറിച്ചാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളവിടെ പറഞ്ഞിരുന്നു ഖുർആനാണ് അതിൻ്റെ ഉദ്ദേശം, അതോടൊപ്പം തന്നെ ഖിയാമത്ത് നാളാണ് അതിൻ്റെ ഉദ്ദേശം എന്നിങ്ങനെയുള്ള തഫ്സീറുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ശരിയായത് ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. കാരണം ആ സൂറത്തിൻ്റെ അവസാന ഭാഗമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അനിന്നബഇൽ അദീം. ഇനി ആ വാർത്തയെപ്പറ്റി ഈ അവിശ്വാസികളുടെ അവസ്ഥ എന്താണ്? അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. അവർ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിലാണ്. അല്ലദീ യാതൊരു കൂട്ടർ, ഹും ഫീഹി അവരതിലാകുന്നു, മുഖ്തലിഫൂൻ അഭിപ്രായ വ്യത്യാസത്തിലാകുന്നു. അപ്പോൾ അഭിപ്രായ വ്യത്യാസത്തിലാകുന്നു എന്ന് പറയുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ പല രൂപത്തിലാണ് ഖുർആനിൽ എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുന്നത്. ചില ആളുകൾ വിശ്വസിക്കുന്നത് ഖുർആൻ എന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനമാണ്, അത് സിഹറാണ്. അതോടൊപ്പം തന്നെ ചില ആളുകൾ പറഞ്ഞു വെക്കുന്നത് എന്താ? അത് കെട്ടുകഥയാണ്, പണ്ടാരോ എഴുതി വെച്ചതാണ്, അതെന്ത് ചെയ്യുന്നു? ഇവിടെ ഇപ്പം ഇങ്ങനെ പറഞ്ഞു പോകുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ എന്തുണ്ട്? അവർ ഖുർആന്റെ വിഷയത്തിലും ഖിയാമത്ത് നാളിൻ്റെ വിഷയത്തിലുമൊക്കെ അവർ വിശ്വസിച്ചു പോന്നിരുന്നു. അതോടൊപ്പം തന്നെ അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ എന്ന ആയത്ത് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് അറബികൾ എന്തായിരുന്നു? പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിലുള്ള ആളുകളായിരുന്നു. അപ്പോൾ അറബികൾ എന്ന് പറയുമ്പോൾ അതിലാരും ഉൾപ്പെടും? മുസ്ലിമീങ്ങളായ സ്വഹാബാക്കളും മറ്റുമൊക്കെ ഉൾപ്പെടും. അപ്പോൾ സ്വഹാബാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? ഖിയാമത്ത് നാൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. എന്നാൽ അതേ സമയത്ത് ഈ പറയുന്ന അവിശ്വാസികൾ എന്ത് ചെയ്യുന്നില്ല? അത് ഉണ്ട് എന്ന് പറയുന്നില്ല, മറിച്ച് കളവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താവും? അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. എന്നിട്ട് ഈ 3 ആയത്തുകൾ പറഞ്ഞതിന് ശേഷം അവരുടെ വിശ്വാസത്തെ അള്ളാഹു ഗണ്ണിക്കുകയാണ്. കല്ല സയഅലമൂൻ. കാര്യം അങ്ങനെയല്ല, അവർ വിശ്വസിച്ചതുപോലെ ഒന്നുമല്ല കാര്യം. സയഅലമൂൻ, അവരെന്ത് ചെയ്യും? അറിയുക തന്നെ ചെയ്യും. അവർ വൈകാതെ അറിയും. അപ്പോൾ ഈ ആയത്തിൻ്റെ സന്ദർഭത്തിലാണ് നമ്മൾ വിശദീകരിച്ചത് അൽ ജവാബു മാ തറ ലാ മാ തസ്മഅ. ഉത്തരം എന്ന് പറയുന്നത് നീ കാണാൻ പോകുന്നതാണ്, നീ കേൾക്കുന്നതല്ല. നീ എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞാൽ സംഭവം നീ കാണും, എന്താ സംഭവിക്കുക എന്നുള്ളത്. എന്നിട്ട് വീണ്ടും അള്ളാഹു ആവർത്തിക്കാൻ, സുമ്മ കല്ല സയഅലമൂൻ. കാര്യം അങ്ങനെയല്ല, അവർ വൈകാതെ അറിയും. അപ്പോൾ ഈ നിഷേധിച്ച ഖിയാമത്ത് നാളില്ല എന്ന് പറഞ്ഞ ആളുകൾ, ഖുർആൻ കെട്ടിച്ചമക്കപ്പെട്ടതാണ്, ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിറാണ്, മജ്നൂനാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ വൈകാതെ എന്ത് ചെയ്യും? കാര്യം അറിയും.
അലം നജ്അലിൽ അർദ മിഹാദ, ഭൂമിയെ നാം എന്ത് ചെയ്തു? മിഹാദൻ. മിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ അർത്ഥം പറഞ്ഞത്? വിരിപ്പാക്കി എന്നാണ്. ഭൂമിയെ നാം വിരിപ്പാക്കി. അപ്പൊ ഭൂമിയെ വിരിപ്പാക്കി എന്നതിന്റെ ഉദ്ദേശം അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലാണ് അള്ളാഹു എന്ത് ചെയ്തത്? സൃഷ്ടിച്ചത് എന്നാണ്. അപ്പൊ ഭൂമിയിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതാണ് നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ പറയുന്ന പ്രാർത്ഥന. എന്താണ്? സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ, സഖറ ലനാ ഹാദാ. ഈ വാഹനം എന്ത് ചെയ്തു? സഖറ ലനാ, നമുക്ക് അള്ളാഹു വിധേയപ്പെടുത്തി തന്നു, ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ നമുക്കാക്കി തന്നത് ആ അള്ളാഹു ആണ്. അപ്പോൾ കരയിൽ പോകുന്ന വാഹനങ്ങൾ, കടലിൽ, അതേപോലെ തന്നെ വായുവിൽ, ഇവിടൊക്കെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് വിധേയമാക്കി തന്നിട്ടുണ്ട്. അതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഭൂമിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്. ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങൾ വളരെ തുച്ഛാണ്. അതല്ലാത്തതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതാണ് അലം നജ്അലിൽ അർദ മിഹാദ. അപ്പൊ ആദ്യത്തെ 5 ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം അള്ളാഹു അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് പറയാം. അതിൽ ഒന്നാമത്തെ അനുഗ്രഹമായി എണ്ണുന്നത് അലം നജ്അലിൽ അർദ മിഹാദ, ഭൂമിയെ കുറിച്ചാണ്. അവിടെ ഭൂമിയെ കുറിച്ച് എണ്ണാൻ കാരണം തൊട്ടു മുമ്പുള്ള ആയത്തുകളിലൊക്കെ ഖിയാമത്ത് നാളിനെ നിഷേധിച്ച ആളുകളാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഖിയാമത്ത് നാളില്ല, ഒരു പുനർനെഴുന്നേൽപ്പ് ഉണ്ടാവുകയില്ല, വീണ്ടും മനുഷ്യൻ ജീവിക്കുക എന്നുള്ള സംഭവമൊന്നുമില്ല എന്നാണ് അവിശ്വാസികൾ പറയുന്നത്. അപ്പൊ അത് നിരാകരിക്കാൻ വേണ്ടി, അത് നിഷേധിക്കാൻ വേണ്ടി പറയാണ് ഈ ഭൂമി സൃഷ്ടിച്ചതാരാ? ഭൂമി നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തന്നതാരാ? അള്ളാഹുവാണ്. അപ്പൊ ആ അള്ളാഹുവിന് നിങ്ങൾ വീണ്ടും കൊണ്ടുവരാന്നുള്ളത് എന്താണ്? വളരെ എളുപ്പമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ അനുഗ്രഹം പറയാണ് വൽ ജിബാല ഔതാദ, വൽ ജിബാല ഔതാദ. അപ്പൊ പർവ്വതങ്ങളെ നാം ഔതാദുകളാക്കി എന്നാണ്. ഔതാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അതായത് ഭൂമിയെ പിടിച്ചു നിർത്തുന്ന ആണികളാക്കി മാറ്റി എന്നാണ് ആയത്തിൽ പറയുന്നത്. വൽ ജിബാല ഔതാദ. അപ്പൊ പർവ്വതങ്ങൾ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ വെച്ച് അത്ഭുതം നമുക്ക് കാണിച്ചു തരുന്ന ഒരു സൃഷ്ടിയാണ്. അതായത് ആ പർവ്വതത്തിന്റെ ഘടന, പർവ്വതത്തിന്റെ സൃഷ്ടിപ്പ്, അതിന്റെ വലുപ്പം, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ആ സൃഷ്ടിപ്പിന്റെ കൃത്യതയെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അപ്പൊ പർവ്വതങ്ങൾ എന്നത് അത്ഭുതം കൂറുന്ന, നമ്മൾ നോക്കി നിന്ന് പോകുന്ന സൃഷ്ടികളാണ് എന്ത്? പർവ്വതങ്ങൾ. അപ്പൊ പർവ്വതങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പ്രയോഗിച്ചത് വൽ ജിബാല ഔതാദ എന്നാണ്, ആണികളാണെന്നാണ്. അപ്പൊ ആണികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ മുകൾ ഭാഗം എത്രയായിരിക്കും? വളരെ ചെറിയ ഭാഗം മാത്രമാണ് മുകളിൽ ഉണ്ടാകുക. ബാക്കിയൊക്കെ എവിടെയാണ്? അതിന്റെ താഴ്ഭാഗത്താണ് ഉണ്ടാകുക എന്നാണ്. അതായത് ഒരു കഥ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് എന്ത്? നമ്മൾ മുകളിൽ കാണുന്നത് ചെറിയ ഭാഗം. അതിന്റെ താഴോട്ട് എന്തുണ്ട്? വലിയ ആഴങ്ങൾ പിന്നെയും ഉണ്ട് എന്നാണ്. നമ്മൾ കാണുന്ന മലകൾ അതിന്റെ ചിലപ്പോൾ 2 ഇരട്ടിയോളം എന്തിലേക്ക് പോകും? താഴോട്ടേക്ക് പോകുമെന്ന് പറയപ്പെടുന്നുണ്ട്. എവറസ്റ്റ് ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ എവറസ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നതിന് 2 ഇരട്ടി എന്തുണ്ട്? താഴോട്ടുണ്ട് എന്നാണ്. നമ്മൾ കാണുന്നതിനും 2 ഇരട്ടി താഴോട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യും? ഭൂമിയെ പിടിച്ചു നിർത്തുന്ന അവസ്ഥ ഉണ്ടാകും. 3 രൂപത്തിലാണ് വിശുദ്ധ ഖുർആനിൽ പർവ്വതങ്ങളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് അത് ഭൂമിയെ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഭൂമിയെ പിടിച്ചു നിർത്തുന്നു എന്ന് നേരിട്ട് പറയുന്നില്ല, മറിച്ച് വൽ ജിബാല ഔതാദ, വത്തതാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വത്തതാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന അർത്ഥമാണെന്ത്? അതെന്ത് ചെയ്യും? ഭൂമിയെ പിടിച്ചു നിർത്തും. സൂറത്തു നഹ്ലിലെ 15-ാമത്തെ ആയത്ത് വഅൽഖാ ഫിൽ അർദി റവാസിയ അൻ തമീദ ബികും, ഭൂമി ഇളകാതിരിക്കാൻ വേണ്ടി, നിങ്ങളെയും കൊണ്ട് ഭൂമി ഇളകാതിരിക്കാൻ വേണ്ടി നാം എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്ന പർവ്വതങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇതിൽ ആ പർവ്വതങ്ങളുടെ അവസ്ഥകൾ അള്ളാഹു പറയുന്നത് സൂറത്തുൽ ഫാത്തിറിലെ 27-ാമത്തെ ആയത്ത് അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ വമിനൽ ജിബാലി ജുദദുൻ ബീളുൻ വഹുംറുൻ മുഖ്തലിഫുൻ അൽവാനുഹാ വഗറാബി ബുസൂദ്.
പർവ്വതങ്ങൾ വ്യത്യസ്ത രൂപത്തിലുള്ള പർവ്വതങ്ങൾ വ്യത്യസ്ത രൂപത്തിലുള്ളതുണ്ട്. അള്ളാഹു പറയാൻ വമിനൽ ജിബാൽ, പർവ്വതങ്ങളിലുണ്ട്, ജുദദുൻ ബീളുൻ, നല്ല വെളുത്ത പർവ്വതങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അതിലെന്തുണ്ട്? വഴികളുണ്ട്. പർവ്വതങ്ങളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ വഴികൾ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. വഹുംറുൻ, നല്ല ചുവപ്പ് നിറമുള്ള പർവ്വതങ്ങളുണ്ട്. മുഖ്തലിഫൻ അൽവാനുഹ, വ്യത്യസ്ത നിറങ്ങളിലുള്ള പർവ്വതങ്ങളെ അള്ളാഹു ക്രമീകരിച്ചിട്ടുണ്ട്. വഗറാബി ബുസൂദ്, അതോടൊപ്പം തന്നെ കറുത്തിരുണ്ട പർവ്വതങ്ങൾ. അപ്പൊ ഇങ്ങനെ ഓരോ വ്യത്യസ്ത നിറത്തിലുള്ള പർവ്വതങ്ങൾ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറയാം. എന്നിട്ട് വേറെ രൂപത്തിൽ പർവ്വതത്തെ വിശേഷിപ്പിക്കുന്നത് സൂറത്തു തക്വീറിലെ 3-ാമത്തെ ആയത്ത്, വഇദൽ ജിബാലു സുയ്യിറത്. അപ്പൊ ഇത്രയും വലിയ പർവ്വതങ്ങൾ, ഭൂമിയിലെ സൗന്ദര്യമാണ് എന്ന് പറയപ്പെടുന്ന വ്യത്യസ്ത രൂപത്തിൽ അള്ളാഹു വ്യത്യസ്ത നിറങ്ങളിൽ സൃഷ്ടിച്ച ഈ പർവ്വതങ്ങൾ എന്ത് ചെയ്യും? വഇദൽ ജിബാലു സുയ്യിറത്, ഈ പർവ്വതങ്ങളെല്ലാം സഞ്ചരിക്കപ്പെടും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പർവ്വതങ്ങളെല്ലാം അള്ളാഹു പൊടിച്ചെന്ത് ചെയ്യും? ഇല്ലാതാക്കും. ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യും? ഇത്രയും വലിയ പർവ്വതങ്ങൾ അള്ളാഹു നശിപ്പിക്കും എന്ന് പറയാം. വഇദൽ ജിബാലു, പർവ്വതങ്ങൾ, സുയ്യിറത്, അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? അള്ളാഹു എടുത്തു മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? ഹബാഅൻ മൻസൂറ, അതിനെ അള്ളാഹു ധൂളികളാക്കി പറത്തിക്കളയും എന്ന് പറയാം. സൂറത്തുൽ മുസമ്മിലിലെ 14-ാമത്തെ ആയത്ത്, യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനത്തിൽ ജിബാലു കസീബൻ മഹീല. അപ്പൊ ഭൂമി എന്ത് ചെയ്യും? ഭൂമിയും പർവ്വതങ്ങളും വിറകൊള്ളുന്നാണ്. യൗമ തർജുഫുൽ അർദു വൽ ജിബാൽ, എപ്പോഴ്? ഖിയാമത്ത് നാളിന്റെ സന്ദർഭത്തിൽ. അപ്പൊ ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഭൂമിയും പർവ്വതങ്ങളും എല്ലാം വിറകൊള്ളും. എന്നിട്ട് പർവ്വതത്തിന്റെ അവസ്ഥ മാത്രം വിശദീകരിക്കാൻ, വകാനത്തിൽ ജിബാലു കസീബൻ മഹീല. അപ്പോൾ ഈ പറയുന്ന പർവ്വതങ്ങൾ അതെന്തായി മാറും? കസീബൻ മഹീല. അപ്പൊ കസീബൻ മഹീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണൽക്കുന്നുകൾ. അപ്പൊ മണൽക്കുന്ന് എന്താവും? ഒരു വലിയ മണലിൽ, അതിന്റെ മണലിൽ തന്നെ ഒരു കുന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കുമോ? ഇല്ല. അതൊരു കാറ്റ് വന്നാൽ എന്ത് ചെയ്യും? പോകും. അപ്പൊ ആ രൂപത്തിലായിരിക്കും ഖിയാമത്ത് നാളിൽ പർവ്വതത്തിന്റെ അവസ്ഥ. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ എത്ര വലിയ പർവ്വതങ്ങളാണ് എങ്കിലും അതിനെന്തുണ്ടാവുകയില്ല? നിലനിൽപ്പുണ്ടാവുകയില്ല. അതെല്ലാം നശിച്ചു പോകും. സൂറത്തുൽ മആരിജിലെ 9-ാമത്തെ ആയത്ത്, വതകൂനുൽ ജിബാലു കൽ ഇഹ്ന് പോലെ, പരുത്തി പോലെ എന്ത് ചെയ്യും? ആ പർവ്വതങ്ങളൊക്കെ ആയി മാറുന്നതാണ്. ഒരു ഉറപ്പുമില്ലാതെ അത്ര വലുപ്പമുള്ള പർവ്വതങ്ങളെ അള്ളാഹു എന്ത് ചെയ്യും? ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ നശിപ്പിച്ചു കളയും. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് സഅദി റഹിമഹുല്ല പറഞ്ഞു വെക്കുന്നത്, പർവ്വതങ്ങൾ അത്രത്തോളം ഭയപ്പെടുമെങ്കിൽ തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്ന, തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. കാരണം ഒരു തെറ്റും ചെയ്യാതെ അള്ളാഹുവിനെ നിരന്തരം സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്ന ആ പർവ്വതങ്ങൾ പോലും വിറകൊള്ളുന്ന, സ്വാഭാവികമായും അമാനത്ത് ഏൽപ്പിക്കപ്പെട്ട, അള്ളാഹുവിനെ ആരാധിക്കണം എന്ന വാഗ്ദാനം ഏറ്റെടുത്ത ഒരാൾ, ആ വാഗ്ദ ഏറ്റെടുത്തിട്ട് അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവസ്ഥ വല്ലാത്ത പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയായിരിക്കും എന്തുണ്ടാകുക? ഇത്തരത്തിൽ അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിച്ച ആളുകൾക്ക് ഉണ്ടാകുക എന്നാണ്. ഇനി അതേ സമയത്ത് ആ പർവ്വതങ്ങൾ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. അപ്പം അത്രയും വലിയ പർവ്വതങ്ങൾ, ഖുർആനെങ്ങാനും ആ പർവ്വതത്തിന്റെ മുകളിൽ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഖുർആനിന്, ആ പർവ്വതത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല? അത് പേടിച്ച് ഭയവിഹ്വലനാവുന്ന അത്രയും ശക്തി എന്തുണ്ട്? വിശുദ്ധ ഖുർആനിനുണ്ട്. അപ്പൊ ആത്മീയതക്ക് എന്തുണ്ട്? വലിയ ശക്തി ഉണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആനിന് അതിന്റെ ആശയങ്ങൾ പർവ്വതത്തിനെ പേടിപ്പെടുത്താൻ മാത്രമുള്ള ശക്തി വിശുദ്ധ ഖുർആനിനുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഹൃദയങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ വിശുദ്ധ ഖുർആൻ സ്വാധീനം ഉണ്ടാക്കേണ്ടതുണ്ട്. ഹൃദയത്തിന് സ്വാധീനം ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ആ പർവ്വതത്തിനേക്കാളും എന്തായിട്ടുണ്ട്? ഹൃദയം കടുത്തുപോയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം പർവ്വതങ്ങൾ പേടിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം എന്തായാലും എന്ത് ചെയ്യണം? പേടിക്കണം എന്നാണ്. അവിശ്വാസികളായ ആളുകൾ, മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ, അവർ ഇസ്ലാം സ്വീകരിക്കുന്നത് എന്ത് കേട്ടുകൊണ്ടാണ്? ഖുർആൻ കേട്ടുകൊണ്ടാണ്.
ഖുർആൻ ശ്രവിച്ചിട്ടാണ് ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നത്. എന്നാൽ ഒരുപാട് കാലങ്ങളായി നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നു, ഖുർആൻ കേൾക്കുന്നു, എന്നാൽ അത്തരം മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് അനുഭവപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശരിപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞത്, എത്ര തന്നെ ഖുർആൻ കേട്ട് കഴിഞ്ഞാലും ഖുർആൻ പഠിച്ചു കഴിഞ്ഞാലും ഹൃദയം ശുദ്ധമല്ലെങ്കിൽ എന്ത് ചെയ്യൂല, യാതൊരു സ്വാധീനവും ഹൃദയത്തിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കുകയില്ല. കാരണം സ്വാധീനം ഉണ്ടാക്കണമെങ്കിൽ ഹൃദയം ശുദ്ധമാകണം. അവിടെയാണ് നമ്മൾ പറയാറുള്ളത്, ഒരു നല്ല രുചികരമായ ഭക്ഷണം, ആ രുചികരമായ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് മോശമായ പാത്രത്തിൽ നിന്നാണെങ്കിലോ അതിൻ്റെ രുചി നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. എന്നാൽ ആ ഭക്ഷണത്തിന് രുചിയുണ്ടോ എന്ന് ചോദിച്ചാലോ രുചിയുണ്ട്. പക്ഷേ അതിൻ്റെ രുചി മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഏറ്റവും നല്ല പാത്രത്തിൽ നിന്നായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അതേപോലെയാണ് ഖുർആനിൻ്റെയും അവസ്ഥ. ഖുർആൻ, അതേപോലെ നിസ്കാരങ്ങൾ, ഇതിൻ്റെയൊക്കെ ആസ്വാദനം ലഭിക്കണമെങ്കിൽ ഏറ്റവും നല്ല പാത്രത്തിൽ നിന്ന്, ഏറ്റവും നല്ല ഹൃദയത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ആ സന്ദർഭത്തിലാണ് അതിൻ്റെ ആസ്വാദനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം അതാണ് ജിബാലിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പം അതോടൊപ്പം തന്നെ പർവ്വതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ പർവ്വതങ്ങൾ എന്ത് ചെയ്യും, പർവ്വതങ്ങൾ വളരുന്നതാണ്. നമ്മൾ കാണുന്ന പർവ്വതങ്ങൾ തന്നെ എന്ത് ചെയ്യും, അത് തുടരെ തുടരെ നമ്മൾ അറിയാത്ത രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളർന്നു വരുന്നുണ്ട് എന്നാണ്. വർഷങ്ങൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യും, അത് വളരും. ചില ആളുകളൊക്കെ പറഞ്ഞു വെക്കുന്നത് എവറസ്റ്റൊക്കെ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ രൂപത്തിൽ വളരുന്നുണ്ട് എന്നാണ്. ചെറിയ രൂപത്തിൽ ഒരുപാട് വർഷങ്ങളെടുത്ത്, 1000 വർഷങ്ങളൊക്കെ എടുത്ത് ചെറിയ രൂപത്തിലുള്ള ഒരു വളർച്ച എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു പർവ്വതം ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഭൂമിയിലെ ക്രസ്റ്റും അതേപോലെ തന്നെയുള്ള ഭൂമിയിലെ ഏറ്റവും അടിഭാഗം അതെന്ത് ചെയ്യും, കൂട്ടിമുട്ടിയിട്ടാണ് എന്ത് ചെയ്യുക, പർവ്വതങ്ങൾ ഉണ്ടാകുക എന്നാണ്. ഭൂമിയിലെ നമ്മൾ കാണുന്നതിൻ്റെ ഏറ്റവും അടിഭാഗം എന്ത് ചെയ്യും, പരസ്പരം കൂട്ടിമുട്ടുകയും അങ്ങനെ പല രൂപത്തിലുള്ള പർവ്വതങ്ങൾ എന്ത് ചെയ്യും, ഉണ്ടാകും. ഫോൾഡ് മൗണ്ടെയിനും ബ്ലോക്ക് മൗണ്ടെയിനും ഒക്കെ ഉണ്ടാകുന്നത് ഭൂമിയിലെ അടിഭാഗം പരസ്പരം കൂട്ടിമുട്ടി, ആ കൂട്ടിമുട്ടുമ്പോൾ ചില ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ ഏറ്റ വ്യത്യാസങ്ങൾക്കനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, പർവ്വതങ്ങൾ രൂപീകരിക്കപ്പെടുക എന്നാണ് പറഞ്ഞു വെക്കാറുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ മുകളിലേക്ക് പോകുന്തോറും സ്വാഭാവികമായിട്ട് പർവ്വതങ്ങൾ ഇപ്പോൾ ഒരുപാട് രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പർവ്വതങ്ങളെ ഒരുപാട് രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പം ആ പർവ്വതങ്ങൾ നമ്മൾ ഏറ്റവും മുകളിലേക്ക് പോകുന്തോറും സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാകും, ഗ്രാവിറ്റി വളരെ കുറവായിരിക്കും. ഗ്രാവിറ്റി കുറവായി കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കുറയുന്നതാണ്. ഗ്രാവിറ്റി എത്രത്തോളം കുറയുന്നു, കാരണം ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഗ്രാവിറ്റി കുറയും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റും എന്ത് ചെയ്യും, കുറയും. ചില ആളുകൾ പറയാറുള്ളത് പോലെ ക്ലൈംബ് ഹൈ ലോസ് വെയിറ്റ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അതായത് മുകളിലേക്ക് കയറുക, നിങ്ങൾ എന്ത് ചെയ്യും, വെയിറ്റ് കുറയും. പിന്നെ എന്തിൻ്റെ ആവശ്യമില്ല, ഡയറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. അപ്പം അത് മുകളിലേക്ക് കയറും തോറും എന്ത് ചെയ്യും, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ലോകത്ത് ഏറ്റവും മുകളിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് പെറുവിൽ ജീവിക്കുന്ന ചില ആളുകൾ. അവർ സീ ലെവലിൽ നിന്ന് 5000 മീറ്റർ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അവിടെ ഒരു മരം പോലില്ല, ഒരു മരം പോലില്ല. പക്ഷെ ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട്. ഏകദേശം ഒരു 50,000-ഓളം വരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവിടുത്തെ അവസ്ഥകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ 50-60% എന്ത് ചെയ്യുക, ഓക്സിജൻ കിട്ടുക എന്നാണ്. കാരണം അത്രയും മുകളിലാണ് അവരെന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. പക്ഷെ അവരവിടെ എന്തിന് ജീവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഗോൾഡ് എന്ത് ചെയ്യുന്നുണ്ട്, മൈന് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിനുവേണ്ടി മാത്രം അവിടെ എന്ത് ചെയ്യാണ്, ജീവിക്കാൻ. അവിടെ ഉപയോഗിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, ഭയങ്കര ഡേഞ്ചറസ് ആയ കെമിക്കൽസ് ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ പുറത്തു വിടുന്നത്. കാരണം അത്രയും വലിയ ഉയരത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അവസ്ഥ വളരെ വ്യത്യസ്തമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ അല്ല. അവിടെ പോയ ആളുകൾക്കൊക്കെ, അവിടെ സ്ഥിരതാമസക്കാരല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജന്റെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്രയും മുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് എന്തുണ്ട്, ഭൂമിയിലുണ്ട്. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പേരിൽ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. പെറുവിലുള്ള ഒരു സ്ഥലത്താണ്, അത്രയും ഉയർന്ന സ്ഥലത്ത് ആളുകൾ ജീവിക്കുന്നത്. അപ്പോൾ അതാണ് വൽ ജിബാല ഔതാദ. അപ്പോൾ ജിബാലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊരു പഠനം നടത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു സൃഷ്ടിച്ച ആ പർവ്വതങ്ങളിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. വഖലഖനാകും അസ്വാജ, വഖലഖനാകും നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്,
അസ്വാജൻ, ഇണകളായിട്ടാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാം ഇണകളായിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തത്? സൃഷ്ടിച്ചത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പൂർണ്ണത എന്താ? അവന്റെ ഇണയിലൂടെയാണ്. അവന്റെ പൂർണ്ണത അവന്റെ ഇണയിലൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇദാ തസവ്വജൽ അബ്ദു ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീൻ ഫല്യത്തഖില്ലാഹ ഫീമാ ബഖിയ. ഒരാൾ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ദീനിന്റെ പകുതി എന്ത് ചെയ്തു? അവൻ പൂർത്തീകരിച്ചു എന്നാണ്. ഫല്യത്തഖില്ലാഹ ഫീമാ ബഖിയ, ബാക്കിയുള്ളത് അവൻ എന്ത് ചെയ്യട്ടെ? അള്ളാഹുവിൽ സൂക്ഷ്മത വെച്ച് പുലർത്തട്ടെ എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാൾ വിവാഹം കഴിഞ്ഞാൽ അവന്റെ ദീൻ എന്ത് ചെയ്യും? ദീനിന്റെ പകുതി പൂർണ്ണമാകുന്നതാണ്. അപ്പൊ ബാക്കി പകുതിയോ? ബാക്കി പകുതിയിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അപ്പൊ ആ സൂക്ഷ്മതയും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ദീൻ എന്ത് ചെയ്യും? പൂർണ്ണമാകും എന്ന് പറഞ്ഞു വെക്കാൻ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ത്? ഏകൻ. അള്ളാഹുവിന് മറ്റൊരാളെയും എന്തില്ല? ആവശ്യമില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇനി മറ്റു മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരാളിലേക്ക് എന്താണ്? അവർ ആവശ്യക്കാരാണ്. ആ രൂപത്തിലാണ് അവരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു അസ്സമദ്. അസ്സമദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആവശ്യങ്ങളും ആരോടാണ് ചോദിക്കപ്പെടുക? അള്ളാഹുവിനോടാണ് ചോദിക്കപ്പെടുക. അള്ളാഹു എന്ത് ചെയ്യൂല? ഒരാവശ്യവും ഒരാളോടും ചോദിക്കുകയില്ല. ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളും അവരുടെ ആവശ്യങ്ങൾ ചോദിക്കുക അള്ളാഹുവിനോടാണ്. അപ്പൊ മനുഷ്യന്മാരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ആ രൂപത്തിലാണ്. പരസ്പരം ഇണങ്ങി ജീവിക്കേണ്ട രൂപത്തിലാണ് ഓരോ മനുഷ്യനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണ് സൂറത്തുർ റൂമിലെ 21-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നത്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്കൊരു സമാധാനം എന്ത് ചെയ്യണം? ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ആ രൂപത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ അള്ളാഹു വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, റഹ്മത്തും അള്ളാഹു ഇട്ടു, അതോടൊപ്പം തന്നെ മവദ്ദത്ത്, സ്നേഹവും അള്ളാഹു ഇട്ടുകൊടുത്തു എന്നാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അതാണ് വഖലഖനാകും അസ്വാജൻ. അസ്വാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇണകൾ എന്നാണ്. പേറുകളായിട്ട് എന്ത് ചെയ്തു? നിങ്ങൾ സൃഷ്ടിച്ചു. വജഅൽനാ നൗമകും സുബാതൻ. വജഅൽനാ നൗമകും സുബാതൻ. എന്താ സുബാതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റാഹത്തൻ, നിങ്ങൾക്ക് ഒരു റാഹത്താക്കി തന്നു എന്നാണ്. ഗരീബായ വാക്കാണ്. വിശുദ്ധ ഖുർആനിലെ ഗരീബായ വാക്കിൽ എണ്ണപ്പെട്ട ഒന്നാണ് സുബാതൻ. വജഅൽനാ നൗമകും സുബാതൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം എന്നത് റാഹത്താക്കിയിട്ട് അള്ളാഹു തന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ കഴിഞ്ഞു പോയ ആയത്തുകളിലൊക്കെ അള്ളാഹു പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. അതിനുശേഷം അള്ളാഹു പറയുന്നത് ഉറക്കത്തെക്കുറിച്ചാണ്. അപ്പൊ മനുഷ്യന്റെ നിലനിൽപ്പ് അതെന്തിനാണ്? ഉറക്കത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യൻ ആരോഗ്യം വർദ്ധിച്ചു കിട്ടുന്നുണ്ട്, അവന്റെ ശരീരത്തിന് ആരോഗ്യം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരീരത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അവൻ എന്ത് സ്വീകരിക്കേണ്ടതുണ്ട്? ഉറക്കം സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അതാണ് വജഅൽനാ നൗമകും സുബാതൻ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഉറക്കിന്റെ കാര്യത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായ മര്യാദകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കൃത്യമായ മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് ഒരാൾ എന്ത് ചെയ്യേണ്ടത്? ഉറക്കത്തിലേക്ക് പോകേണ്ടത് എന്നാണ്. അപ്പോൾ ഉറങ്ങുമ്പോൾ പോലും മര്യാദകൾ പാലിച്ച് വളരെ കൃത്യമായി ഡിസിപ്ലിനോട് കൂടിയിട്ടാണ് ഒരു മുസ്ലിം അവൻ്റെ ഒരു ദിവസം എന്ത് ചെയ്യുന്നത്? അവസാനിപ്പിക്കുന്നത്. അവിടെ ആദ്യമായി ചെയ്യേണ്ട വിഷയം വുളു കൊടുക്കുക എന്നുള്ളതാണ്. വുളു എടുക്കുക എന്നുള്ളതാണ് എന്ത്? ഒന്നാമത്തെ വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, വുളുവിനെ കുറിച്ച് പറയുന്നിടത്ത്, ഇദാ അതൈത മൽജിഅക ഫതവല്ല വുളുഅക ലിസ്സലാ. നിസ്കാരത്തിന് എങ്ങനെയാണോ നീ വുളു എടുക്കുന്നത് ആ രൂപത്തിൽ എന്ത് ചെയ്യണം? നീ വുളു എടുക്കണം. സുമ്മൽതജി അലാ ശിഖ്ഖികൽ ഐമൻ. പിന്നെന്ത് ചെയ്യണം? വലത്തെ ഭാഗത്തായിട്ട് നീ കിടക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക എന്നാണ്. അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക്. റബ്ബേ, എൻ്റെ മുഖം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിന്നിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ്. ഫവ്വൽതു അംരി ഇലൈക. ഫവ്വല എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക എന്നാണ്. കാര്യങ്ങൾ മൊത്തം ചെയ്യാം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. തഫ്വീൽ, അതായത് തവക്കുലും കഴിഞ്ഞ് തവക്കുലിന്റെ ഒരു പൂർണ്ണതയാണെന്ത്? തഫ്വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവക്കുൽ എന്ന ഭാഗം കഴിഞ്ഞിട്ട് എവിടേക്ക് എത്തണം? തഫ്വീലിലേക്ക് എത്തണം. അപ്പോൾ ഫവ്വൽതു, ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അംരി, എൻ്റെ കാര്യം, ഇലൈക, നിന്നിലേക്ക്. വഅൽജഹ്തു ളഹ്രി ഇലൈക, എൻ്റെ മുതുക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ? അൽജഹ്തു, നിന്നിലേക്ക് ഞാൻ അഭയം പ്രാപിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? റഗ്ബതൻ വറഹ്ബതൻ
ഇലൈക, റഗ്ബത്തോടുകൂടി, ആഗ്രഹത്തോടു കൂടിയും, വറഹ്ബതൻ, ഭയത്തോടു കൂടിയും, ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. ലാ മൽജഅ, ഇത് വേറെ പ്രാർത്ഥന ഉണ്ട്, അത് വേറെ സാധനമാണ്. അപ്പൊ ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക, ഒരു രക്ഷയുമില്ല, ഒരു മൽജഉമില്ല, ഒരു അഭയസ്ഥാനവുമില്ല, മിൻക, നിന്നിൽ നിന്ന്, ഇല്ലാ ഇലൈക, നിന്നിലേക്കല്ലാതെ. അപ്പൊ നമ്മുടെ അഭയസ്ഥാനവും നമ്മുടെ നമ്മുടെ മഞ്ച, രക്ഷാധികാരിയും ഒക്കെ ആരാണ്? അള്ളാഹുവാണ്. മൽജ എന്ന് പറഞ്ഞാൽ അഭയസ്ഥാനം, മഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള സ്ഥാനവും ആരെന്നെയാണ്? അള്ളാഹു തന്നെയാണ്. അല്ലാഹുമ്മ ആമൻതു ബികിതാബികല്ലദീ അൻസൽത, നീ ഇറക്കി തന്ന വേദഗ്രന്ഥത്തിൽ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ വിശ്വസിക്കുന്നു. വബിനബിയികല്ലദീ അർസൽത, നീ അയച്ച പ്രവാചകനിലും വിശ്വസിക്കുന്നു. ഫഇൻ മിത്ത മിൻ ലൈലതിക ഫഅൻത അലൽ ഫിത്ര വജഅൽഹുന്ന ആഖിറ മാ തതകല്ലമു ബിഹി. അപ്പോൾ ഇത് എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? ഉറക്കിൻ്റെ നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമല്ലോ, ഏറ്റവും അവസാനം പ്രാർത്ഥിക്കേണ്ടതാണ് എന്ത്? ഈ പറഞ്ഞ പ്രാർത്ഥന. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കിടന്നുറങ്ങേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഫഇൻ മിത്ത മിൻ ലൈലതിക, ആ രാത്രി നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഫഅൻത അലൽ ഫിത്ര, നീ ഫിത്രത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മരണപ്പെടുന്നത്. ഫിത്രത്തിൽ മരണപ്പെടാന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ലാതെ, ഒരു പാപങ്ങളും ഇല്ലാതെ ആയിരിക്കും നീ മരണപ്പെടുക. വജഅൽഹുന്ന ആഖിറ മാ തതകല്ലമു ബിഹി, നീ അതുകൊണ്ട് നീ നിന്റെ രാത്രിയിൽ സംസാരിക്കുന്നതിൽ വെച്ച് ഏറ്റവും അവസാനം സംസാരിക്കേണ്ടത് ഏതാണ്? ഈ പറഞ്ഞ പ്രാർത്ഥനയാണെന്ന്. അത് ഒരുപാട് സമ്പുഷ്ടമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ്. മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ കിടന്നുറങ്ങണം. കാരണം അള്ളാഹുവിൽ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തില്ല? അതിൽ യാതൊരു ഭയവുമില്ല, ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഏറ്റവും ഏൽപ്പിക്കപ്പെടാൻ ഏറ്റവും അർഹനായ ഒരാളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാണ്. പലപ്പോഴും നമുക്കങ്ങനെ തോന്നാറില്ല എന്നുള്ളതാണ്. അപ്പോൾ തവക്കുൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏറ്റവും സമാധാനം നൽകുന്നൊരു വിഷയമാണ്. ഏറ്റവും സമാധാനം നൽകുന്ന വിഷയം. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ തവക്കൽതു അലല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ജീവിതം എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെന്തില്ല? പിന്നൊരു ഭയമോ പിന്നൊരു പേടിയോ നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം തവക്കുൽ ചെയ്തിട്ടും നമുക്ക് എന്തില്ല? ഒരു സമാധാനം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ തവക്കുൽ എന്തായിട്ടില്ല? തവക്കുലായി മാറിയിട്ടില്ല എന്നുള്ളതാണ്. തവക്കുൽ, പൂർണ്ണമായ തവക്കുൽ നമുക്കുണ്ട് എങ്കിൽ അതാണെന്ത്? ഈമാനിന്റെ അടിസ്ഥാനം എന്നാണ്. ജിമാഉൽ ഈമാനി അത്തവക്കുൽ, ഈമാനിനെ ഒരുമിച്ച് കൂട്ടുന്ന, ഈമാനിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്നത് തവക്കുലാണ് എന്നാണ്. നിസ്ഫുൽ ഈമാനി അത്തവക്കുൽ, ഈമാനിന്റെ പകുതിയാണ് തവക്കുൽ എന്നും എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ശത്രു വന്ന് നിൽക്കുന്നുണ്ട്. റസൂൽ വാളെന്ത് ചെയ്തിട്ടുണ്ട്? മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. റസൂൽ കിടന്നുറങ്ങാണ്. ആ വാളെടുത്തിട്ടാണ് റസൂലെ താങ്കൾ ആരാണ് എന്നിൽ നിന്ന് രക്ഷിക്കുക എന്ന് ചോദിക്കുന്നത്. ആ സമയത്താണ് പറഞ്ഞത് അള്ളാഹു ആണ് രക്ഷിക്കുക. വാളെന്ത് ചെയ്തു? താഴെ വീണു എന്നാണ്. അപ്പം അതാണ് തവക്കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അവിടെ ശത്രു മുന്നിലുണ്ട്. ശത്രു മുന്നിലുണ്ടായിട്ടും റസൂലിന് പൂർണ്ണ ഉറപ്പാണെന്ത്? അള്ളാഹു എന്ത് ചെയ്യും? സഹായിക്കും എന്ന വിഷയത്തിൽ. അപ്പം ആ പൂർണ്ണത എന്ത് ചെയ്യണം? നമുക്കുണ്ടാകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് നഷ്ടപ്പെട്ടാലും അതെന്താവുകയില്ല? ഒരു നഷ്ടപ്പെടലായി നമുക്ക് തോന്നുകയില്ല എന്നാണ്. അള്ളാഹു ഉണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകും. റസൂലിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ ഒരുപാട് സന്ദർഭത്തിൽ തവക്കുൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ കൃത്യമായി കാണാൻ പറ്റും. ഹിജ്റയുടെ സന്ദർഭത്തിൽ ജസ്റ്റ് ഒന്ന് ചെറിയ രൂപത്തിൽ ഒരു നോട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും? പിടിക്കപ്പെടും. ആ സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? മൂന്നാമനായി ആരുണ്ട്? അള്ളാഹു ഉണ്ട്. അള്ളാഹു സാലിസുഹുമ, അള്ളാഹു മൂന്നാമനായുണ്ട്. അബൂബക്കർ എന്ത് ചെയ്യേണ്ടതില്ല? ഭയപ്പെടേണ്ടതില്ല എന്ന് പറയാം. ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? റസൂലിൻ്റെ ഭാര്യയുടെ പിതാവാണ്. ആ പിതാവിനെ പറഞ്ഞെന്ത് ചെയ്യാണ്? സമാധാനപ്പെടുത്താൻ. കൂടെ ആരുണ്ട്? അള്ളാഹു ഉണ്ട്, യാതൊന്നും ഭയപ്പെടേണ്ടതില്ല. അപ്പം അത്
ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ദീന് വല്ലാത്തൊരു ആസ്വാദനമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് തവക്കുൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ നിസ്കാരം പോലെ? ഇല്ല. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള അമലുകൾക്കാണ് എന്ത് പ്രാധാന്യം കൂടുതൽ എന്നാണ്. ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള അമലുകൾ, തവക്കുൽ പോലെ, മഹബത്ത് പോലെ, പ്രതീക്ഷ പോലെ, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുക, ഇതിനൊക്കെയാണെന്ത് പ്രാധാന്യം കൂടുതൽ. അപ്പം അതാണ് ഒന്നാമത്തേത്. നമ്മൾ എന്ത് ചെയ്യണം? വുളൂ ചെയ്യണം. ഒന്നാമത്തെ സുന്നത്ത് ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ വുളൂ എടുക്കണം എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിന്റെ മുസ്നദിൽ കൊണ്ടുവന്ന ഹദീസ്, മാ മിൻ മുസ്ലിമിൻ യബീതു അലാ ദിക്രിൻ താഹിറൻ ഫയതആറ മിനൽ ലൈൽ ഫയസ്അലുല്ലാഹ ഖൈറൻ മിനദ് ദുനിയ വൽ ആഖിറ ഇല്ലാ അഅതാഉ ഇയ്യാഹു. ഒരാൾ വുളൂയോടുകൂടി കിടന്നുറങ്ങി എന്നിട്ട് എഴുന്നേറ്റിട്ട് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടൻ തന്നെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവന്റെ പ്രാർത്ഥന എന്ത് ചെയ്യും? സ്വീകരിക്കുന്നതാണ്. അവന്റെ പ്രാർത്ഥന സ്വീകരിക്കും. അതേതാണ് പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ അവസാനം സൂചിപ്പിക്കും. അതാണ് ഒന്നാമത്തെ സുന്നത്ത്. വുളൂയോട് കൂടിയിട്ട് എന്ത് ചെയ്യാം? നമ്മൾ കിടന്നുറങ്ങുക. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, ഇശാഇന് മുമ്പ് എന്ത് ചെയ്യരുത്? കിടന്നുറങ്ങരുത്. ഇശാഇന്റെ മുമ്പ് കിടന്നുറങ്ങരുത്. ഇശാഇന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? കിടന്നുറങ്ങേണ്ടത്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, കാന യക്റഹുൻ നൗമ ഖബ്ലൽ ഇശാ. ഇശാഇന് മുമ്പുള്ള ഉറക്കം എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്തിട്ടുണ്ട്. അടുത്തൊരു സുന്നത്താണ്, ഉറങ്ങുന്ന സമയത്ത് വലത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഉറങ്ങേണ്ടത്. ഇദാ ആവ അഹദുകും ഇലാ ഫിറാശിഹി ഫൽയഖുദ് ദാഖിലത ഇസാരിഹി ഫൽയൻഫുൽ ബിഹാ ഫിറാശഹു വൽയുസമ്മില്ലാ. അവൻ അവൻ്റെ വിരിപ്പൊക്കെ കുടഞ്ഞ് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ഫഇന്നഹു ലാ യഅലമു മാ ഖലഫഹു ബഅദഹു അലാ ഫിറാശിഹി ഫഇദാ അറാദ അൻ യൽതജിഅ ഫൽയൽതജിഅ അലാ ശിഖ്ഖിഹി അൽ ഐമൻ. വലത്തെ ഭാഗത്തേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ചെരിഞ്ഞുകൊണ്ടാണ് കിടന്നുറങ്ങേണ്ടതെന്ന്. അപ്പം അവിടെ അതൊരു സുന്നത്താണ്, ചെറിയൊരു സുന്നത്താണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പാലിക്കുകയാണെങ്കിൽ വളരെ വലിയ പ്രതിഫലമാണ് എന്ത് ചെയ്യുക? നമുക്ക് ലഭിക്കുക. അവിടെയാണ് ഒരു പ്രാർത്ഥന പഠിപ്പിക്കപ്പെടുന്നത്, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫഗ്ഫിർ ലഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൽഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദകസ് സാലിഹീൻ. ആ പ്രാർത്ഥനയിലും അള്ളാഹുവിനോട് നമ്മൾ തേടുന്നത്, ഇൻ അംസക്ത നഫ്സി, നീ ഈ ഉറക്കിൽ നിന്ന് തന്നെ എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ റബ്ബെ എന്ത് ചെയ്യണം? ഫഗ്ഫിർ ലഹാ, എൻ്റെ നഫ്സിന് എന്ത് ചെയ്യണം? നീ പുറത്തു കൊടുക്കണം. വൈൻ അർസൽതഹ, നീ അതല്ല അതിനെ വിടുകയാണ്, നഫ്സിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഫഹ്ഫൽഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദകസ് സാലിഹീൻ, നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളെ നീ സംരക്ഷിക്കുന്നത് പോലെ എന്ത് ചെയ്യണം? എന്നെയും നീ സംരക്ഷിക്കണം എന്നാണ്. അപ്പോൾ ആ ഉറങ്ങുന്ന സന്ദർഭത്തിൽ പോലും നമ്മൾ എന്ത് ചെയ്യാണ്? ഉറങ്ങി അതിൽ തന്നെ മരണപ്പെടുകയാണെങ്കിൽ റബ്ബെ നീ എല്ലാം പുറത്തു തരണം. ഇനി അതല്ല വേറൊരു രൂപത്തിലാണ് എങ്കിൽ, ആ നഫ്സിനെ റൂഹിനെ വെറുതെ വിടുകയാണ് എങ്കിൽ നീ സംരക്ഷിക്കുകയും വേണം. അപ്പോൾ എല്ലാം അള്ളാഹുവിൽ ബരമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സുന്നത്ത് കൂടി എന്ത് ചെയ്യണം? നമ്മൾ പാലിക്കണം. നേരെ കിടക്കുന്നതിനേക്കാളും ഈ പറഞ്ഞ സുന്നത്തുകൾ പാലിച്ച് എന്ത് ചെയ്യാം? ഉറങ്ങുക എന്നുള്ളതാണ്. മറ്റൊരു സുന്നത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുന്ന ഒരു സന്ദർഭമുണ്ട്. എന്താണ് റസൂലെ, നമുക്കൊരു ഖാദിമിനെ വേണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന സന്ദർഭം. ആ ഒരു സമയത്ത് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ എന്ന ദിക്റാണ്. ആ ദിക്റിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, വലിയ പ്രതിഫലം, എന്നാൽ ചെയ്യുന്നതോ വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, അതേതാണ് റസൂലേ? അപ്പോൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ. അപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, ഇതിനിപ്പോൾ അതിന് മാത്രം പ്രയാസമുണ്ടോ ഇത് പറയാൻ? ഇതിപ്പോൾ എല്ലാവരും പറയുന്നതല്ലേ എന്ന് ചോദിച്ച സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഒരാളിത് പറഞ്ഞു തുടങ്ങും, എന്നിട്ടോ പകുതിയാകുമ്പോൾ ഓൻ എന്ത് ചെയ്യും? പിശാച്ച് ഓനെ മറപ്പിച്ച് കളയും, അതല്ലെങ്കിൽ ഓൻ കിടന്നുറങ്ങുന്ന അവസ്ഥ ഉണ്ടാകുന്ന. നമ്മുടെ പല ആളുകളുടെയും അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? പകുതി പറയും, എന്നിട്ട് ചിലപ്പോൾ കിടന്നുറങ്ങും, അതല്ലെങ്കിൽ വേറെ ഷുഗലിലാവും, അതെങ്കിലും ഒക്കെ മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും. അതാണ് ആ ഹദീസിന്റെ ആദ്യത്തിൽ പറഞ്ഞത്, ഖലീലുൻ ഫാഇലുഹു, ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്, എന്നാൽ പ്രതിഫലോ വമ്പിച്ച പ്രതിഫലാണ് എന്നാണ്. അപ്പോൾ അവിടെ ആ സുന്നത്ത് നമ്മൾ വളരെ കണിശമായി പാലിക്കപ്പെടേണ്ട ഒരു സുന്നത്താണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ആ
സുന്നത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതായത് സുഫീനിന്റെ സന്ദർഭത്തിൽ പോലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ചൊല്ലിയിട്ടുണ്ട് എന്നാണ്. അതെന്തുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ ഗൗരവം എന്ത് ചെയ്തിട്ടുണ്ട്, സഹാബാക്കൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ പ്രതിഫലം അവർ കൂടുതലായി ആഗ്രഹിച്ചതായിട്ടാണ് അദ്ദേഹം ആ ഒരു സന്ദർഭത്തിൽ പോലും പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അടുത്തൊരു സുന്നത്താണ് 3 സൂറത്തുകൾ പാരായണം ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ തടവണം എന്നുള്ളത്. അടുത്ത ഒന്നാണ് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നുള്ളത്. ആയത്തുൽ കുർസിയുടെ ഹദീസ് നമുക്കറിയാം. പിശാച് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, നീ എന്ത് ചെയ്യണം, പിശാചിൽ നിന്ന് രക്ഷ ലഭിക്കണമെങ്കിൽ നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, പിശാച് ഇപ്പോൾ പറഞ്ഞത് എന്താണ്, സത്യമാണ്, ഇപ്പോൾ പറഞ്ഞത് സത്യമാണ്. ഈ ഹദീസ് വെച്ചിട്ടാണ് ചില ആളുകൾ എന്ത് പറയാം, എല്ലാ ആളുകളിൽ നിന്നും എന്ത് ചെയ്യാം, അറിവ് സ്വീകരിക്കാം എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിയല്ല, അത് ശരിയായ നിലപാടല്ല. ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂൽ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്, എന്ത്, നീ സ്വീകരിച്ചോ. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. അതല്ലാതെ പിശാച് പറഞ്ഞു അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തതല്ല, സ്വീകരിച്ചതല്ല. റസൂൽ അംഗീകരിച്ചു, അപ്പോൾ എന്ത് ചെയ്തു, സ്വീകരിച്ചു എന്നാണ് ഹദീസിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത ഒന്നാണ്, അടുത്തൊരു സുന്നത്തിൽപ്പെട്ടതാണ്, ലാ തത്റുകു അന്നാറ ഫീ ബുയൂതികും ഹീന തനാമൂൻ ഇന്ന ഹാദിഹി അന്നാറ ഇന്നമാ അദുവുൻ ലക്കും ഇന്നമാ ഹിയ അദുവുൻ ലക്കും ഫഇദാ നിംതും ഫഅത്ഫഹു അൻകും. അപ്പോൾ തീയൊക്കെ കടത്തിയിട്ട് എന്ത് ചെയ്യണം, ഉറങ്ങണം എന്നാണ് പറയുന്നത്. പണ്ട് കാലത്തെ കുറിച്ച് പറയുന്നതാണ്. സ്വാഭാവികമായിട്ടും എന്തുണ്ടാവുകയില്ല, ആ രൂപത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. സ്വാഭാവികമായിട്ടും തീയൊക്കെ കിടത്തിയിട്ട് എന്ത് ചെയ്യണം, കിടന്നുറങ്ങണം. കാരണം അത് പിന്നീട് എന്ത് ചെയ്യും, ഉറങ്ങുന്ന സന്ദർഭത്തിൽ വേറെ വല്ല അപകടത്തിനും അത് സാധ്യത വരുത്തും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഇഹ്തറക ബൈതുൻ അലാ അഹ്ലിഹി ബിൽ മദീനത്തി ബില്ലൈൽ. അതായത് ഒരു മദീനയിൽ, പട്ടണത്തിൽ എന്ത് ചെയ്തു, റസൂൽ ആ നാട്ടിൽ രാത്രിയിൽ ഒരു വീട് കത്തുന്ന അവസ്ഥ ഉണ്ടായി. അപ്പൊ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിഞ്ഞ സന്ദർഭത്തിലാണ് റസൂൽ ഈ ഹദീസ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു വെക്കുന്നത്. ഇന്ന ഹാദിഹി നാർ, ഈ തീ ഉണ്ടല്ലോ, ഇന്നമാ ഹിയ അദുവുൻ ലക്കും, ഇത് നിങ്ങളുടെ ശത്രുവാണ്. ഫഇദാ നിംതും ഫഅത്ഫിഊഹാ അൻകും, നിങ്ങൾ എന്ത് ചെയ്യണം, അത് കിടത്തിക്കളയണം, അത് ഇല്ലാതാക്കി കളയണം എന്ന് പറയാം. മറ്റൊരു സുന്നത്താണ് ഇഗ്ലാഖുൽ അബ്വാബി വതഗ്തിയത്തുൽ ആനിയതി ഇൻദൻ നൗം. വാതിലൊക്കെ അടച്ച് അതേപോലെ തന്നെ പാത്രങ്ങളെല്ലാം മൂടി വെച്ചിട്ട് എന്ത് ചെയ്യണം, കിടന്നുറങ്ങണം എന്നതുകൂടി ഒരു സുന്നത്താണ്. ഗത്തു അൽ ഇനാഅ വഔഖു അസ്സിഖാ ഫഇന്ന ഫിസ്സനതി ലൈല യൻസിലു ഫീഹാ വബാഉൻ ലാ യമറു ബിഇനാഇൻ ലൈസ അലൈഹാ ഗിതാ ഔ സിഖാ ലൈസ അലൈഹാ വികാ ഇല്ലാ നസല ഫീഹി മിൻ ദാലികൽ വബാ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഒരാൾ കിടന്നുറങ്ങേണ്ടത്. വാതിലൊക്കെ അടച്ചു വെക്കണം. അപ്പോൾ ഇതൊക്കെ സുന്നത്തിൽപ്പെട്ടതാണ്, ഇതൊക്കെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. മറ്റൊന്നാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യനാമ വഹുവ ജുനുബുൻ ഗസല ഫർജഹു വതവദ്ദഅ ലിസ്സലാം. ഒരാൾ ജനാബത്തുകാരനായിട്ട് എന്ത് ചെയ്യരുത്, ഉറങ്ങരുത്, മറിച്ച് എന്ത് ചെയ്യണം, ഉളുവെടുത്ത് അതോടൊപ്പം തന്നെ അവൻ്റെ ഗുഹ്യാവയവങ്ങളൊക്കെ കഴുകിക്കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, അവൻ കിടന്നുറങ്ങേണ്ടതെന്നാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, അയർഖുദു അഹദുനാ വഹുവ ജുനുബ്, ഒരാൾ ജനാബത്തുകാരനായിരിക്കെ കിടന്നുറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറയാം, നഅം, പറ്റും. പക്ഷെ എന്ത് ചെയ്യണം, ഇദാ തവല്ല അഹദുക്കും ഫൽയർഖുദ് വഹുവ ജുനുബുൻ, ഉളു എടുക്കണം എന്നാണ്. ഉളു എടുത്തിട്ട് എന്ത് ചെയ്യാം, കിടന്നുറങ്ങാം, കുഴപ്പമില്ല എന്നാണ് ആ ഹദീസിൽ എന്ത് ചെയ്യുന്നത്, പറഞ്ഞ് വെക്കുന്നത്. മറ്റൊന്ന് അദ്മുൻ നൗമി അലൽ ബത്ൻ, വയറ്റിൽ എന്ത് ചെയ്യരുത്, കിടന്നുറങ്ങരുത്. ചില ആൾക്കാർ ഇങ്ങനെ എന്ത് ചെയ്യും, വയറ്റിൻ്റെ മേൽ കിടന്നുറങ്ങുന്ന അവസ്ഥ ഉണ്ടാകും, അത് ചെയ്യരുത് എന്നാണ്. ഇന്ന ഹാദിഹി ലിജഅത്തുൻ ലാ യുഹിബ്ബുഹ അല്ലാഹ്, അല്ലാഹു ഇഷ്ടപ്പെടാത്ത കിടത്തമാണ്, രൂപമാണെന്ത്, ഈ രൂപം എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച ഒരു ഹദീസ് ഉണ്ട്, ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരാൾ ഉറങ്ങി എഴുന്നേറ്റു, ആ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായാലും എന്ത് ചെയ്യും, അവൻ്റെ ദുആഇന് ഉത്തരം ലഭിക്കും. ആ പ്രാർത്ഥനയായിട്ട് പഠിപ്പിക്കപ്പെടുന്നത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു, എന്നിട്ട് പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സുമ്മ ഖാല, പിന്നെ അവൻ പറഞ്ഞു, അല്ലാഹുമ്മഗ്ഫിർലി,
അള്ളാഹുവേ എനിക്ക് പുറത്തു തരണേ. ഔ ദഅ, വല്ല പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉസ്തുജീബ ലഹു, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യും? ഉത്തരം ലഭിക്കും. ഇത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഫഇൻ തവല്ലഅ, ഇനി അവൻ വുളു എടുത്തു, വസല്ല, അവൻ നിസ്കരിച്ചു, ഖുബിലത് സ്വലാത്തുഹു, അവൻ്റെ നിസ്കാരവും എന്ത് ചെയ്യും? സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ പ്രാർത്ഥന ദുആ പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യങ്ങൾ തേടിക്കഴിഞ്ഞാൽ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരും. അതോടൊപ്പം തന്നെ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരവും എന്ത് ചെയ്യും? സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പോൾ അതാണ് വജഅൽനാ നൗമകും സുബാതൻ, നിങ്ങളുടെ ഉറക്കിനെ നാം നിങ്ങൾക്ക് റാഹത്താക്കി വിശ്രമമാക്കി തന്നിരിക്കുന്നു. അപ്പോൾ ഉറക്ക് വിശ്രമമാണ്, ഉറക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം, ആ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തുള്ള മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതേപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ളയെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞു വെക്കുന്നത്, ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് എന്ത് ചെയ്യണം? നമ്മളൊരു മുഹാസബ നടത്തണം എന്നാണ്. നമ്മൾ ആ ദിവസത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിച്ചത് എന്ന ഒരു വീണ്ടു വിചാരം നമ്മൾ നടത്തണം. എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു, എന്തൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടില്ല, എന്തൊക്കെ തിന്മകളിലാണ് അറിയാതെ ഏർപ്പെട്ടു പോയത് എന്നിങ്ങനെയുള്ളൊരു മുഹാസബത്തുൻ നഫ്സ്, സ്വന്തം നഫ്സിനെ ഹിസാബ് ചെയ്യണം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഹിസാബ് എന്ത് ചെയ്യും? പിറ്റേ ദിവസത്തിന് നമുക്ക് ഉപകരിക്കും. വരാനുള്ള ദിവസം ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യും? അത്തരത്തിലുള്ള ഹിസാബുകൾ സഹായിക്കുന്ന. സ്വാഭാവികമായിട്ടും ഹിസാബുകൾ നിരന്തരം എന്ത് ചെയ്യണം? നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ നഫ്സിനെ ഹിസാബ് നടത്തിക്കൊണ്ടേയിരിക്കണം. അത്തരത്തിലുള്ള ഹിസാബുകൾ നടത്തിക്കഴിഞ്ഞാലാണ് വലിയ മാറ്റങ്ങൾ എന്ത് ചെയ്യുക? നമുക്കുണ്ടാകുക. കാരണം ഹിസാബ് നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെക്കുറിച്ച് കൃത്യമായി അറിയാം, അവനെക്കുറിച്ച് കൃത്യമായി അറിയുന്ന അവസ്ഥ ഉണ്ടാകും. എന്നാൽ ഹിസാബൊന്നും നടത്താതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അശ്രദ്ധ അവൻ എന്ത് ചെയ്യും? പിടികൂടുന്നതാണ്. ഗഫ്ലത്ത് അവനെ പിടികൂടും. കാരണം അവൻ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച് അവന് ബോധമില്ല, ചെയ്യുന്ന നന്മകളെക്കുറിച്ച് അവന് ബോധമില്ല, ഒന്നും ബോധമില്ലാതെ ഇങ്ങനെ ചെയ്തു പോവുകയാണ്. അപ്പം അവിടെ ആ ഗഫലത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മുഹാസബത്തുൽ നഫ്സ്, നഫ്സിനെ ഹിസാബ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകണം. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ ഹിസാബ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ ഹിസാബ് ചെയ്യണം, വിചാരണക്ക് വിധേയമാക്കണം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ആ വിചാരണ നമുക്ക് ഉപകരിക്കും എന്നുള്ളത് കൊണ്ടാണ്. വിചാരണ ചെയ്ത ഒരു നഫ്സിന് എന്ത് ചെയ്യും? നാളെ ഖിയാമത്ത് നാളിലും അത്തരത്തിൽ സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്നി ളനൻതു അന്നി മുലാഖിൻ ഹിസാബിയ, ഇത്തരത്തിലുള്ളൊരു ഹിസാബ് ഉണ്ടാകുമെന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? മുമ്പേ കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മുമ്പേ ഇത്തരത്തിലുള്ളൊരു ഹിസാബ് ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്തത്? ഈ ദിവസം ഉപകരിച്ചത്. എന്നിട്ട് വലത്തെ കയ്യിലാണ് എന്ത് ചെയ്യുക? അത്തരത്തിലുള്ള ആളുകൾ വേദഗ്രന്ഥങ്ങൾ സ്വീകരിക്കുക. അതാണ് ആ ആയത്തിൻ്റെ വിശദീകരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറക്കനെ കുറിച്ചൊക്കെ പറയുന്നത് അഅദലുൻ നൗമായിരുന്നു എന്നാണ്. വളരെ, അതായത് കൂടുതലായി ഉറങ്ങുമില്ല, എന്നാൽ റസൂൽ ഉറങ്ങാതെ സമയം കളയുന്ന, അതല്ലെങ്കിൽ സഹർ ഉറക്കമൊഴിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടില്ല എന്നാണ്. വളരെ കൃത്യമായിരിക്കും റസൂലിൻ്റെ ഉറക്കമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അഅദലൻ നൗം, നൗമിൽ വെച്ച് വളരെ കൃത്യമായ, കൂടുതലാവുകയുമില്ല എന്നാൽ കുറയുകയുമില്ല, അങ്ങനെയുള്ള ഉറക്കമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയിരുന്നത് എന്നാണ്. ആദ്യത്തെ രാത്രിയിൽ എന്ത് ചെയ്യും? നബി ഉറങ്ങും. രാത്രിയുടെ ആദ്യ ഭാഗത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, ഉറക്ക് അധികരിക്കുക എന്നുള്ളത് എന്താണ്? ഒരു പ്രശ്നമാണ്. ഉറക്ക് അധികരിക്കുക എന്നുള്ളത് ആരോഗ്യത്തിനും പ്രശ്നമാണ്. എന്നാൽ ദീനീപരമായിട്ടുള്ള പ്രശ്നം അവൻ്റെ ഹൃദയത്തിന് കാഠിന്യം ഉണ്ടാകുന്നതാണ്. ഒരുപാട് ഉറങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൻ്റെ കാഠിന്യം വർദ്ധിക്കും. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് കെസ്റത്തുൻ നൗം, മറ്റൊന്ന് കെസ്റത്തുൽ ലഹ്ക്, പൊട്ടിച്ചിരിക്കുക എന്നുള്ളതും, ഒരുപാട് പൊട്ടിച്ചിരിക്കുക എന്നുള്ളതും അതേപോലെ തന്നെ ഒരുപാട് ഉറങ്ങുക എന്നുള്ളതും എന്ത് ചെയ്യും? അവൻ്റെ ഹൃദയത്തിന് കാഠിന്യം ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ നാവിന് റാഹത്ത് നൽകുന്നതാണ് ഖില്ലത്തുൽ കലാം, സംസാരം എന്ത് ചെയ്യുക? കുറക്കുക എന്നുള്ളത്. നമ്മുടെ വയറ്റിനുള്ള റാഹത്താണെന്ത്? ഖില്ലത്തു അത്വാം, ഭക്ഷണം കുറക്കുക എന്നുള്ളത്. അപ്പോൾ ഭക്ഷണം കുറക്കുക എന്നുള്ളത് നമുക്ക് നല്ല എന്ത് ചെയ്യും? റാഹത്ത് നൽകും, കുറച്ചൊക്കെ സമാധാനം ഉണ്ടാകും. മറ്റതോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ
ഒരുപാടായി കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമായിരിക്കും. ഇനി ഒരുപാടായിട്ടില്ലെങ്കിലും ഒരു ചെറിയൊരു പ്രയാസം നമുക്ക് അനുഭവപ്പെടും. എന്നാൽ ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല, എന്നാൽ കുറച്ചൊക്കെ വയറ്റിലുള്ളൂ എങ്കിൽ ഒരു സമാധാനം എന്ത് ചെയ്യും നമുക്ക് തീർച്ചയായിട്ടും അനുഭവപ്പെടും. നമ്മൾ വിലപിടിപ്പുള്ള ഒരുപാട് കാര്യങ്ങൾ തിന്ന് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റാറുണ്ടോ? കുറേയായി ഭക്ഷണം കഴിച്ചത് കൂടുതലായി, അതല്ലെങ്കിൽ ഇത്രയൊന്നും കഴിക്കേണ്ടിയില്ലായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക പറയുക. എത്ര നല്ല മുന്തിയ ഭക്ഷണം കഴിച്ച ആളുകളാണെങ്കിലും അങ്ങനെയാണ് സംസാരിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഖില്ലത്തു അത്ത്വാം, ഭക്ഷണം കുറക്കുക എന്നുള്ളത് ബത്തിനുള്ള സമാധാനമാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ, ഈ ചിരികൾ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു സമാധാനം നമുക്കുണ്ടാകും എന്ന് പറഞ്ഞു വെക്കുക. അതാണ് ഉറക്കവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു പൂർണ്ണമായും പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.